Chapter 14 The Surajkund Fair. Sony and Avi are going to see a fair with their grandparents. They are going to Surajkund in Faridabad district of Haryana. Let's join them and have fun. സോണിയും അവിയും അവരുടെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ ഹരിയാനയിലുള്ള ഫരീദാബാദ് ഡിസ്ട്രിക്റ്റില് സൂരജ്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ ഫെയർ നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി പോവുകയാണ്. നമുക്കും അവരുടെ കൂടെ ഈ ഫെയറിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഇവിടെ തന്നിരിക്കുന്ന ഈ ചിത്രത്തില് നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. നമുക്ക് നോക്കാം. ഇവിടെ ജൈന്റ് വീൽ ഉണ്ട്, പിന്നെ കുറെ സ്റ്റാൾസ് ഉണ്ട്, അതുപോലെ കുറെ വേറെ ഷോപ്സ് ഉണ്ട്, ആളുകൾ നിറയെ ഫെയർ കാണാൻ വന്നിട്ടുണ്ട്, അതുപോലെ ഇത് ബലൂൺ വിൽക്കുന്ന ആളുണ്ട്, പിന്നെ ഫെയറിന്റെ എൻട്രൻസും ലൈറ്റും, പിന്നെ ഇവിടെ ഇതായൊരു ഡോഗ് ഉണ്ട്. അങ്ങനെ ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാത്തിനെ പറ്റിയും ഡിസ്കസ് ചെയ്യാം. സ്പോട്ട് തിങ്സ് ഇൻ ദ പിക്ചർ ദാറ്റ് ലുക്ക് ദ സെയിം ഫ്രം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണാൻ ഒരുപോലെയുള്ള ചിത്രങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു മതില് അല്ലെങ്കിൽ ഈ ഒരു എൻട്രൻസ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഈ എൻട്രൻസിന്റെ നടുക്ക് കറക്റ്റ് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കാണാൻ ഒരുപോലെ ഇല്ലേ? അതുപോലെ ഈ ചിത്രത്തിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? സി, ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, പിന്നെ ഇവിടെ വേറൊരു ചിത്രമുണ്ട് അല്ലെ? ഇതിന്റെയൊക്കെ നമ്മൾ സെന്ററിൽ വരച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ ആണ്. അതുപോലെ ഈ ഒരു ലൈറ്റ് ഹോൾഡർ ഉണ്ട്. ഇതിന്റെയൊക്കെ നമ്മൾ ഒരു സെന്റർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റിൽ നോക്കിയാലും റൈറ്റിൽ നോക്കിയാലും ഒരുപോലെയാണ് ഉള്ളത്. അതുപോലെ വേറെ എന്തൊക്കെ കാണുന്നുണ്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം. മേക്ക് മാലാസ്. Sony and I reach a stall where man and woman are making malas with beads. I also want to make the malas. Why not? You can take the beads from the basket to make malas. ഈ ലേഡി പറയാ, ഓ നിങ്ങൾക്ക് മാല ഉണ്ടാക്കണോ? ഒരു പ്രശ്നവുമില്ല, ഈ ബാസ്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ബീഡ്സ് എടുത്തോളൂ, അത് ഉപയോഗിച്ചിട്ട് മാല ഉണ്ടാക്കിക്കോളൂ. Make malas with 8 beads, 4 of them one color and 4 of another. പക്ഷെ അതിനൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഒരു മാല ഉണ്ടാക്കാൻ യു ഹാവ് ടു ടേക്ക് 8 ബീഡ്സ്. അതിൽ തന്നെ 4 ബീഡ്സ് ഒരു കളറാണ്, അടുത്ത 4 ബീഡ്സ് വേറെ ഒരു കളർ ആയിരിക്കണം. നിങ്ങൾ അങ്ങനെയുള്ള മാല ഉണ്ടാക്കി നോക്കൂ. ലെറ്റ്സ് ഡു. കളർ ദ ബീഡ്സ് ഇൻ ദ സ്ട്രിങ് യൂസിങ് 2 കളേഴ്സ്. ഇവിടെ ഓരോ മാലയിലും 8 ബീഡ്സ് വീതം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും കളർ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഈ 2 കളർ ഉപയോഗിച്ച് 4 സെയിം കളർ, 4 മറ്റേ കളർ ഉപയോഗിച്ച് ഈ മാല ഡിസൈൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇരുന്ന് ഈ മാലകൾ ഡിസൈൻ ചെയ്യാം. The two halves of my mala are exactly same. My mala is symmetrical. ഇവിടെ നമ്മൾ ഒരു പുതിയ ടേം പഠിക്കുകയാണ്. എന്താണ് ആ ടേം? സിമെട്രിക്കൽ. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞതുപോലെ ഈ മാല, സി, നമ്മൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഇതിന്റെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ സൈഡിലേക്കും ഈ മാല കാണാൻ ഒരുപോലെയാണല്ലേ? ഈ ലൈനിന്റെ 2 സൈഡിൽ ഓരോ ഓറഞ്ച് ഉണ്ട്, അതിനുശേഷം 2 ഗ്രീൻസ് ഉണ്ട്, അതിനുശേഷം വീണ്ടും ഓറഞ്ചസ് ആണ്. The two halves of my mala are not the same. My mala is not symmetrical. ഇവിടെ ഈ 2 സൈഡിലുള്ള കളേഴ്സ് ഒക്കെ സെയിം ആണെങ്കിലും അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപോലെയല്ല. ഇവിടെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഈ ലൈനിന്റെ ഇവിടെ ഗ്രീൻ, ഇവിടെ ഓറഞ്ച്, അവിടെ വരെ കറക്റ്റ് ആണ്. പക്ഷെ ഈ ഓറഞ്ചിന് ശേഷം നെക്സ്റ്റ് ഒരു ഓറഞ്ചും, ഈ ഓറഞ്ചിന് ശേഷം നെക്സ്റ്റ് വരുന്നത് ഗ്രീനുമാണ്. അപ്പൊ 2 സൈഡിലും ഒരേപോലെ അല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ മാല സിമെട്രിക്കൽ അല്ല, പക്ഷെ ഇവിടെ സിമെട്രിക്കൽ ആണ്. On the previous page, tick the malas that are symmetrical. അപ്പൊ നേരത്തെ നിങ്ങളോട് മാല ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബുക്കിൽ ഇപ്പൊ മാല ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ? നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. See, ഫസ്റ്റ് മാല നമുക്കിവിടെ ഒരു
സെൻട്രൽ ലൈൻ വരച്ചു നോക്കാം. നമ്മൾ ഇതിനെ സെൻട്രൽ ആക്സിസ് എന്നും പറയും. ലെഫ്റ്റ് സൈഡ് നോക്കിയേ, ഓൾ റെഡ്. റൈറ്റ് സൈഡ് ഓൾ യെല്ലോ. ഇത് രണ്ടും ഈക്വൽ അല്ല അല്ലേ? സോ ഇത് സിമെട്രിക്കൽ ആണോ? നോ, ദിസ് ഇസ് നോട്ട് സിമെട്രിക്കൽ. ഇനി അടുത്ത മാല. ഇവിടെ ഒരു ലൈൻ വരച്ചു നോക്കുക. ഈ ലൈനിന്റെ ഇവിടെ തന്നെ, ഇവിടെ റെഡും ഇവിടെ യെല്ലോവുമാണ്. അപ്പൊ തന്നെ മനസ്സിലായി ഇത് രണ്ടും സെയിം അല്ല. സോ ഇതും സിമെട്രിക്കൽ അല്ല. നെക്സ്റ്റ് ഇവിടെ ഒരു ലൈൻ വരച്ചു. രണ്ട് സൈഡിലും 1 റെഡ് വീതമുണ്ട്. പിന്നെ യെല്ലോ യെല്ലോ കറക്റ്റ് ആണ്. ബട്ട് നെക്സ്റ്റ് ഇത് റെഡ് ആണ്, പക്ഷെ ഇവിടെ യെല്ലോ ആണ്. അപ്പൊ ഇതും സിമെട്രിക്കൽ അല്ല. ഇനി ഇവിടെയോ, ലെഫ്റ്റ് സൈഡ് ഫുൾ യെല്ലോ, റൈറ്റ് സൈഡ് ഫുൾ റെഡ്. ഇതും സിമെട്രിക്കൽ അല്ല. ഇനി നെക്സ്റ്റ് മാല. നമ്മൾ ലൈൻ ഇവിടെ വരയ്ക്കുകയാണ്. 1 റെഡ് കറക്റ്റ് ആണ്. 2 യെല്ലോ കറക്റ്റ് ആണ്. ഇവിടെയോ അഗെയിൻ റെഡ് ആൻഡ് റെഡ്. അപ്പൊ ഇത് സിമെട്രിക്കൽ ആണ്. നെക്സ്റ്റ് മാലയിലും ലൈനിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 യെല്ലോ, റൈറ്റ് സൈഡിൽ 2 യെല്ലോ, അഗെയിൻ 2 റെഡ്. ഇതും സിമെട്രിക്കൽ ആണ്. ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ 2 റെഡ് 2 യെല്ലോ, 2 റെഡ് 2 യെല്ലോ. ഇത് സിമെട്രിക്കൽ ആണ്. ഇവിടെ യെല്ലോ റെഡ്, ഇവിടെയും യെല്ലോ റെഡ്. ഇതും സിമെട്രിക്കൽ ആണ്. ഇതുപോലെ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത മാലയും ചെക്ക് ചെയ്തിട്ട് അതിൽ ഏതൊക്കെയാണ് സിമെട്രിക്കൽ എന്ന് മാർക്ക് ചെയ്യാം. How many such malas can be made? Discuss. എങ്ങനെയൊക്കെ നമുക്ക് സിമെട്രിക്കൽ ആയിട്ട് ബീഡ്സ് അറേഞ്ച് ചെയ്തിട്ട് മാലകൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. Take the malas that are symmetrical and cross the ones that are not symmetrical. ഇനി ഇവിടെ തന്നിരിക്കുന്ന മാലകളിൽ ഏതൊക്കെയാണ് സിമെട്രിക്? എങ്ങനെ ചെയ്യാം? നമുക്ക് ഇതിന്റെ സെന്ററിൽ ഒരു ലൈൻ വരച്ചു നോക്കാം. ബ്ലൂ യെസ്, ഗ്രീൻ യെസ്, റെഡ് യെസ്, യെല്ലോ യെസ്. സോ ദിസ് ഈസ് സിമെട്രിക്കൽ. ഇനി ഇവിടെയോ, നമ്മൾ ഇവിടെ ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ബ്ലൂ, ഇത് യെല്ലോ, ഇത് റെഡ്, ഇത് വയലറ്റ്. സോ ഇത് സിമെട്രിക് അല്ല. ഇവിടെയോ ലാസ്റ്റിൽ തുടങ്ങാം. ബ്ലൂ കറക്റ്റ് ആണ്. വയലറ്റ് കറക്റ്റ് ആണ്. ഗ്രീൻ കറക്റ്റ് ആണ്. പക്ഷെ ഇത് രണ്ടും തെറ്റിപ്പോയല്ലേ? സോ ഇത് സിമെട്രിക്കൽ അല്ല. ഇവിടെയോ യെസ്, ഗ്രീൻ കറക്റ്റ് ആണ്. ബ്ലൂ കറക്റ്റ് ആണ്. ഗ്രീൻ കറക്റ്റ് ആണ്. ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ റെഡ്. ഇത് സിമെട്രിക്കൽ ആണ്. Now use 6 beads of one color and 2 beads of another color to make symmetrical malas. നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിമെട്രിക്കൽ മാലാസ് ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയേ. 6 one color, 2 other color ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 6 റെഡ്സും 2 ഗ്രീൻസും അല്ലേ? ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റും റൈറ്റും ഈക്വൽ നമ്പർ ഓഫ് ബീഡ്സ് ആണ്. അത് ഒരേപോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Vanakkam. Rangolis all around. Soni and Avi arrive at the stall of Tamil Nadu. അവര് പോയിരിക്കുന്ന ഫെയറിൽ പല സ്റ്റേറ്റിന്റെയും സ്റ്റാളുകളുണ്ട്. അവരെത്തിയിരിക്കുന്നത് ഇപ്പോൾ തമിഴ്നാടുവിന്റെ സ്റ്റാളിലാണ്. അമ്മ വാസ് മേക്കിംഗ് കോലം ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹട്ട്. അവിടെ ഒരു അമ്മ അവരുടെ ഹട്ടിന്റെ മുമ്പിൽ കോലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫോളോ ദ സ്റ്റെപ്സ്. എങ്ങനെയാണ് കോലം വരയ്ക്കുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. ആദ്യം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഡിസൈൻ വരച്ച് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ ചിത്രത്തിൽ ഇവിടെ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഈ ഒരു പോയിന്റിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം അഗെയിൻ പുതിയൊരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിൽ വീണ്ടും പോയി അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു കോലം വരയ്ക്കുന്ന സ്റ്റെപ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. Let us think. Observe the rangolis given below. Are all rangolis symmetrical? ഇവിടെ കുറെ rangolis തന്നിട്ടുണ്ട്. ഇത് സിമെട്രിക്കൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. I can see 2 equal halves in my rangoli by drawing a line. നമുക്കൊരു ലൈൻ വരച്ച് രണ്ട് സൈഡും, അത് ലെഫ്റ്റ് റൈറ്റ് എന്നൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ലൈൻ വരയ്ക്കാം. ആ ലൈനിന്റെ ഒരു സൈഡും മറ്റേ സൈഡും ഒരുപോലെ ആയിരിക്കണം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആ ലൈനിനെ ബേസ് ചെയ്തിട്ട് ആ ലൈനിന്റെ രണ്ട് സൈഡിലേക്കും ഒരേപോലെ ആയിരിക്കണം. Trace these rangolis on a paper. Fold the tracing paper in such a way that one half of the rangoli lies exactly on the other half.
ഇതിന് പല രീതികളുണ്ട്. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രേസിംഗ് പേപ്പർ എടുക്കുക, ഇതിന്റെ മുകളിൽ വെക്കുക, ഈ ചിത്രം വരയ്ക്കുക. എന്നിട്ട് മടക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് കംപ്ലീറ്റ്ലി മറ്റേ സൈഡിന്റെ മുകളിൽ അതേപോലെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് സിമെട്രിക്കൽ ആണ്. ഡ്രോ ലൈൻസ് ഇൻ ദ ഗിവൻ rangolis that divide them into two identical halves. നമുക്ക് ഈ ചിത്രങ്ങളിലൊക്കെ ഓരോ ലൈൻ വരച്ച് നോക്കാം. ഈ ലൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് നോക്കാം. ഇനി നോക്കിയേ, ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഈ ലൈൻ എന്ന് ഒരുപോലെയാണല്ലേ ഉള്ളത്. ഇനി സെക്കൻഡ് ഇമേജ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അഗെയിൻ സി, ലെഫ്റ്റിലും റൈറ്റിലും ഒരുപോലെയാണ്. ഇനി ഇതൊന്ന് മാറ്റി വരച്ച് വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. ഇപ്പൊ നോക്കിയേ, രണ്ട് സൈഡും ഒരുപോലെയാണ്. ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് സർക്കിൾ വരുന്നു, ഇങ്ങോട്ട് സർക്കിൾ വരുന്നു. പിന്നെ ഈ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഇമേജ് സെയിം ആണ്, ഇവിടെ ഇങ്ങോട്ടും സെയിം ആണ്. ലാസ്റ്റ് ഇമേജ് നമുക്ക് ഇങ്ങനെ ലൈൻ വരയ്ക്കാം. സോ ഈ ലൈൻ എങ്ങനെ വരയ്ക്കണം എന്നില്ല, പക്ഷെ ഇറ്റ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. അത് സെന്ററിലൂടെ പാസ് ചെയ്യണം. അതിന്റെ രണ്ടു വശവും ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ അത് സിമെട്രിക്കൽ ആയിരിക്കും. ലുക്ക് ഫോർ അതർ സിമെട്രിക്കൽ തിങ്സ് അറൌണ്ട് യു. ഡിസ്കസ്. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ഒരു സിമെട്രിക്കൽ സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ? പലതും ഉണ്ടല്ലേ. അപ്പൊ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. എൻജോയ് മേക്കിംഗ് രംഗോലീസ്. ഇവിടെ കുറച്ച് രംഗോലീസ് ഒക്കെ തന്നിട്ടുണ്ട്. ഒന്ന് പൂക്കളം, നമ്മൾ ഓണത്തിന് ഇടുന്ന പൂക്കളമാണ്. മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മളിത് സിമെട്രിക്കൽ ആയിട്ടാണ് ഇടുന്നത്. എങ്ങനെ ലൈൻ വരച്ചു കഴിഞ്ഞാലും ആ ലൈനിന്റെ രണ്ട് സൈഡിലും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ ഐപ്പൻ, ഉത്തരാഖണ്ഡ് അവരും ഇതുപോലെയുള്ള രംഗോലീസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഡ്രോ ആൻഡ് കംപ്ലീറ്റ് ദ സിമെട്രിക്കൽ രംഗോലീസ് ഗിവൻ ബിലോ. ഇവിടെ ഒരു ഹാഫ് രംഗോലി തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക. എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇവിടെ മുതൽ ഇതേപോലെ വരയ്ക്കാം. സോ ഇങ്ങനെ വരയ്ക്കാം. ഇപ്പൊ കംപ്ലീറ്റ് ആയത് കണ്ടോ? ഈ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ ആകണം. അതുപോലെ തന്നെ ഇവിടെ ഈ സ്ഥലത്ത് ഒരു ഗ്രീൻ കളർ കൊടുക്കണം. ഇവിടെ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അവിടെ പിങ്ക് കൊടുക്കണം. ഫൈനലി ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ ബുക്കിൽ സ്വന്തമായിട്ട് വരച്ചു നോക്കുക. ഇനി ഇവിടെ ഈ ഒരു ലൈൻ, ഇതൊരു സെൻട്രൽ ലൈൻ ആണ്. സോ ഇതിന്റെ റൈറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് പോലെ കണ്ടോ, ഇങ്ങനെ തന്നെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഇതായിരിക്കും നമ്മുടെ സെൻട്രൽ ലൈൻ. സോ മുകളിലേക്ക് ഇതേപോലെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെയും സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് മുകളിലുള്ളത് പോലെ തന്നെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഡ്രോ സം മോർ രംഗോലീസ് ഇൻ യുവർ നോട്ട്ബുക്ക് ദാറ്റ് ആർ സിമെട്രിക്കൽ. ഇതുപോലെ നിങ്ങളും സ്വന്തമായിട്ട് കുറച്ച് രംഗോലീസ് വരയ്ക്കുക. Make masks. Wow, there are so many beautiful masks. I want to make a mask too. Yes, I will tell you how to make a mask. നിങ്ങളിൽ എത്ര പേർക്ക് മാസ്ക് ഉണ്ടാക്കാൻ അറിയാം? നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു മാസ്ക് ഉണ്ടാക്കുന്നത്. Let's make the mask of a cat. First, fold the paper along the middle. ഒരു വലിയ റെക്ടാങ്കുലർ പേപ്പർ എടുത്തിട്ട് അത് സെന്ററിൽ ഇതേപോലെ മടക്കുക. എന്നിട്ട് ഓൺ വൺ സൈഡ് ഡ്രോ എ കാറ്റ് ലൈക്ക് ദിസ്. അതിന്റെ ഒരു സെന്ററിലായിട്ട് ഒരു കാറ്റിന്റെ ഹാഫ് ഫേസ് മാത്രം, ഈ ഒരു നോസ് മുതൽ കണ്ടോ വായിന്റെ ഒക്കെ മുതൽ റൈറ്റ് സൈഡിലേക്ക് ഹാഫ് ഇമേജ് മാത്രം വരയ്ക്കാം. എന്നിട്ട് കട്ട് ഇറ്റ് യൂസിങ് എ പെയർ ഓഫ് സിസേഴ്സ്. സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അതിന്റെ സൈഡ് ഒക്കെ കട്ട് ചെയ്യുക. നൗ ഓപ്പൺ ദ ഫോൾഡ് ആൻഡ് മേക്ക് ദ ഐസ്, നോസ് എക്സെട്ര. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കിയേ, രണ്ട് സൈഡിലും ഒരുപോലെയാണ്. അപ്പോൾ റൈറ്റ് സൈഡിലും കണ്ണ് വരയ്ക്കുന്നത് പോലെ ലെഫ്റ്റ് സൈഡിലും കണ്ണ് വരച്ചു കൊടുക്കുക. എല്ലാം ചെയ്ത് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. Color it and tie a rubber band on its back. Your mask is ready. Wow, I can clearly see everyone wearing a mask. സോണി മാസ്ക് വെച്ച് നോക്കിയപ്പോ സോണിക്ക് എല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോണീസ് മാസ്ക് ഇസ് സിമെട്രിക്കൽ. ഓ, ഐ ക്യാൻ ഓൺലി സീ വിത്ത് വൺ ഐ. ഐ വണ്ടർ വാട്ട്സ് റോങ്. എന്താണ് ഇതിന്റെ കാരണം? ബിക്കോസ് നമ്മുടെ ഫേസ് ഒരു സിമെട്രിക്കൽ സ്ട്രക്ചർ ആണല്ലേ. അതിന്റെ കണ്ണുകളൊക്കെ വരുന്ന സ്ഥലത്ത് തന്നെ പൂച്ചയുടെ മാസ്കിലെ കണ്ണുകൾ വന്നാലേ നമുക്ക് അതിലൂടെ പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് സിമെട്രിക് അല്ലാതെ അറേഞ്ച് ചെയ്തിട്ട് ആ കണ്ണിന്റെ പൊസിഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ അതിലൂടെ കാണാൻ പറ്റില്ല. അപ്പൊ നേരത്തെ എന്തൊക്കെയാണ് നിങ്ങളുടെ സൈഡിൽ ഒബ്സർവ് ചെയ്ത സിമെട്രിക്കൽ ഷേപ്സ് എന്ന് ചോദിച്ചില്ലേ? നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ബോഡി നമുക്ക് സെന്ററിലൂടെ വരച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ ആയിരിക്കും. Tit for tat. Sony gets her picture made by a painter. Can you make my picture?
Yeah, sure. Charge 200 rupees for that. Sony, how do you like it? But this is only half. പെയിന്റർ അവളുടെ ഹാഫ് പിക്ചർ മാത്രമേ വരച്ചു കൊടുത്തിട്ടുള്ളൂ. The other half is exactly same. So just put a mirror to get the complete picture. ഈ പെയിന്റർ ഒരു കള്ള പെയിന്റർ ആണല്ലേ. അയാൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മിറർ എടുത്തിട്ട് ആ ലൈനിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ? ഇപ്പൊ മിററിൽ അതേപോലെ കാണുന്നു. ഈ മിറർ ഇമേജ് ഇവിടെ വരുന്ന സമയത്ത് സോണിയുടെ ഫുൾ പിക്ചർ പോലെ ഉണ്ടല്ലേ. നൗ കെൻ ഐ ഹാവ് മൈ മണി? അപ്പോൾ സോണി 100 റുപ്പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ഓൺലി ഹാഫ് ദ മണി. The other half is exactly same. So just put a mirror next to that note to get the full money. Haha. പെയിന്റർ സോണീനെ പറ്റിക്കാൻ നോക്കി കഴിഞ്ഞപ്പോ സോണി പെയിന്ററിനെയും പറ്റിച്ചു അല്ലെ. 100 റുപ്പീസ് മിററിന്റെ ഫ്രണ്ടിൽ വെച്ചപ്പോ മിററിന്റെ ഉള്ളിൽ ഒരു 100 റുപ്പീസ് കണ്ടു. സോ യു ടേക്ക് ദാറ്റ് എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ ട്രിക്ക് ദ പെയിന്റർ ഇസ് പ്ലേയിങ്? ഫൈൻഡ് തിങ്സ് ഫോർ painter to draw so that he can no longer play the trick. Draw 3 such things here. എന്താണ് ഇവിടെ പെയിന്റർ ട്രിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? സിമെട്രിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ പകുതി മാത്രം വരച്ചിട്ട് മിററിൽ നോക്കിയാൽ മതി എന്ന് പറയുകയാണല്ലേ. ഇനി ആ സ്ട്രക്ചർ സിമെട്രിക്കൽ അല്ലായിരുന്നെങ്കിൽ പെയിന്ററിന് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. സോ നിങ്ങൾ ഒരു 3 അൺസിമെട്രിക്കൽ അല്ലെങ്കിൽ സിമെട്രിക്കൽ അല്ലാത്ത ചിത്രം ഇവിടെ വരയ്ക്കുക. നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെയാണോ? അല്ല. പെയിന്റർ പകുതി വരച്ചിട്ട് ബാക്കി കണ്ണാടിയിൽ നോക്കാൻ പറഞ്ഞാൽ ഇത് കറക്റ്റ് ആവില്ലായിരുന്നു. അതുപോലെ മേ ബി ദിസ് ബേർഡ്, ഈ ബേർഡിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ സിമെട്രിക്കൽ ആയിട്ടുള്ളത് കിട്ടും. പക്ഷെ സൈഡ് വ്യൂ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാ കിട്ടുക. ഇത് സിമെട്രിക്കൽ അല്ല. ഇനി ഒരു നൈഫ്, ഈ നൈഫ് സിമെട്രിക്കൽ ആണോ? അല്ല. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം ഇവിടെ വരയ്ക്കും. Sony and Avi started playing this game. Let's play with them. Avi, I am placing 4 counters on my side, Sony's side, Avi's side. Now you can place your counters in such a way that it is the mirror image of my side. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മിറർ ഇമേജ് ഉണ്ടാക്കണം, സിമെട്രിക്കൽ സൈഡ് ഉണ്ടാക്കണം. സോണിയുടെ സൈഡ് സോണി ഓൾറെഡി ഫില്ല് ചെയ്തു. ഇനി അവി എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യുന്നത് എന്ന് നോക്കാം. എങ്ങനെ ചെയ്യാം? ഈ ലൈനിൽ മുകളിലത്തെ 2 സർക്കിളിൽ റെഡ് വേണം, ഈ 2 സർക്കിള്, പിന്നെ ഇവിടുന്ന് 1 2 3 ഈ തേർഡ് സർക്കിളിൽ 1 2 3 തേർഡ് സർക്കിളിൽ വേണം, 1 2 3 4 ഇവിടെ, 1 2 3 4 ഇവിടെ. സോ ഇവിടെയും ഇവിടെയും ഒരേപോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹാസ് അവി പ്ലേസ്ഡ് ദ കൗണ്ടേഴ്സ് അറ്റ് ദ റൈറ്റ് പ്ലേസ്? ചെക്ക് ഇറ്റ് ബൈ പ്ലേസിംഗ് ദ മിറർ ഓൺ ദ ലൈൻ. സോ ഈ മിറർ ഈ ലൈനിൽ വെച്ച് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും അവി വെച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന്. ഇനി അടുത്ത ഒന്നുകൂടി അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവി സൈഡ്, സോണി സൈഡ്സ്. ദ കൗണ്ടേഴ്സ് പ്ലേസ്ഡ് ബൈ മീ ആർ ദ മിറർ ഇമേജ് ഓഫ് കൗണ്ടേഴ്സ് പ്ലേസ്ഡ് ബൈ യു. ഡു യു എഗ്രി? ചെക്ക്. അപ്പൊ ഇവിടെ അടുത്തതും സോണി പറയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് മിറർ ഇമേജ് പോലെയാണെന്ന്. അത് ശരിയാണോ? നമുക്ക് ചെക്ക് ചെയ്യാം. സി ലാസ്റ്റ് 1 2 3 ഇവിടെയും ലാസ്റ്റില് 1 2 3 റെഡ് ഉണ്ട്, പിന്നെ ഇവിടെ ബ്ലൂ റെഡ് ബ്ലൂ, ബ്ലൂ റെഡ് ബ്ലൂ. അപ്പൊ ഇത് കറക്റ്റ് ആണ്. രണ്ടും മിറർ ഇമേജസ് ആണ്. അതിനെ നമുക്ക് സിമെട്രിക്കൽ എന്ന് വിളിക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ. പിക്ക് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ഗിവ് റീസൺ. ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഏതാണ് ഓഡ് വൺ ഔട്ട്? നോക്കാം. 1 2 3 4. ഓക്കെ. സോ ഇത് സിമെട്രിക്കൽ ആണോ അല്ലയോ? ഇത് സിമെട്രിക്കൽ ആണ്. ഇവിടെ നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ 2 സൈഡിലും ഓരോ ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ യെല്ലോ ബോൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇത് സിമെട്രിക്കൽ ആണ്. ഇവിടെയും സെന്ററിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് സെയിം ആണ്, മിറർ ഇമേജ് ആണ്. ഇവിടെ നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് മിറർ ഇമേജ് അല്ല, കാരണം ഈ ട്രയാങ്കിൾ ഈ സൈഡിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. മറ്റേതും ഇത് രണ്ടും വേറെ വേറെ ഡയറക്ഷനിലാണ്. അതുപോലെ ഈ ബോൾ അറേഞ്ച്മെന്റും ശരിയല്ല. സോ ഇതാണ് ഓഡ് വൺ ഔട്ട് ബിക്കോസ് ദിസ് ഇസ് നോട്ട് സിമെട്രിക്കൽ. ഫിൽ 4 boxes with red color and 3 with blue color in such a way that the one side is the mirror image of the other. ഇതിൽ ഏതെങ്കിലും 4 boxes റെഡും 3 വിത്ത് ബ്ലൂവും ചെയ്ത് നോക്കിയിട്ട് അതിനെ മിറർ ഇമേജ് ആക്കി മിറർ ഇമേജ് വരുന്നത് പോലെ പെയിന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒന്ന് ചെക്ക് ചെയ്തേ. നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഈ സെൻട്രൽ ഈ ഒരു ലൈൻ വെച്ച് നോക്കിയേ, ഇതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെയല്ലേ എന്ന്.
ഇൻ ഹൗ മെനി വേസ് കെൻ യു ഫിൽ ഇറ്റ്? തിങ്ക്. ഇനി ഇത് ഒരു വേ മാത്രമാണ്. ഇതുപോലെ പല പല രീതിയിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാം ശ്രമിച്ചു നോക്കുക കേട്ടോ. Make Maisy's side same as that of Catty's side. You can rearrange only 3 balls in Maisy's side. ഇത് ഇപ്പൊ ഇരിക്കുന്നത് നമ്മളൊരു ലൈൻ ഇവിടെ സെന്ററിൽ വരച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റും സൈഡും റൈറ്റും നോക്കിയേ, ഇത് മിറർ ഇമേജ് ആണ്, സിമെട്രിക്കൽ ആണ് അല്ലെ. ഇതിലിനി സിമെട്രിക്കൽ ആക്കാൻ വേണ്ടി, ഒരുപോലെ ആക്കാൻ വേണ്ടി, മിറർ ഇമേജ് ആക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഈ മൈസിയുടെ സൈഡിലും കാറ്റിന്റെ സൈഡിലുള്ളത് പോലത്തെ പൊസിഷനിൽ ബോൾസിനെ വേണമെന്ന് വിചാരിക്കുക. അങ്ങനെ മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റുക? ഈ 3 ബോൾസ് മാറ്റി അത് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. സപ്പോസ് നമുക്ക് ഈ മൈസിയുടെ സൈഡിലുള്ള ബോളിനെ ഒന്ന് മാറ്റി വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ 2 ബോളിനെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ടോ ഇവിടെയുള്ള ഈ ഒരു എക്സ്ട്രാ ബോളിനെ ഇങ്ങോട്ട് വെക്കാം. ഇപ്പൊ നോക്കിയേ, ഇത് രണ്ടും കാണാൻ ഒരുപോലെ ഇല്ലേ? 3 ബോൾസ് മാത്രമേ നമ്മൾ മൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യമുള്ളത് സിമെട്രിക്കൽ അല്ലെങ്കിൽ ഒരേപോലെയുള്ള മിറർ ഇമേജ് ആണ്. രണ്ടാമത്തത് നമ്മൾ എക്സാക്ട്ലി കാറ്റിന്റെയും മൈസിന്റെയും ഒരുപോലെയുള്ള പിക്ചർ ആക്കിയതാണ്. Which shape cutouts would fit in the given shape without overlapping and without gaps? ഈ ഒരു ഷേപ്പിന്റെ ഉള്ളിൽ നമുക്ക് ഏതൊക്കെ ഷേപ്പ് ഫില്ല് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ ഒരു വലിയ ഹെക്സഗൺ തന്നെ എടുത്ത് ഫില്ല് ചെയ്യാം അല്ലെ. ഒരു വലിയ ഹെക്സഗൺ എടുത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യാം, ഇവിടെ ഇങ്ങനെയും കട്ട് ചെയ്യാം. സോ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്യണം. ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഒരു റെക്ടാങ്കിളും 2 ട്രയാങ്കിളും ഉണ്ടെങ്കിലും ഇതിനെ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഫില്ല് ചെയ്യാം. Tiling the parts. Dadaji, hope you did not hurt yourself. Seems my foot got stuck in the gap between the tiles. Good that both of you held my hands. ഇവിടെ താഴെ വിരിച്ചിരിക്കുന്ന ഈ ടൈലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പിൽ ദാദാജിയുടെ കാല് കുടുങ്ങിപ്പോയിരിക്കുകയാണ് അല്ലെ. എന്നാൽ അവിയും സോണിയും നന്നായി ദാദാജിയെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ദാദാജിക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ല. ലെറ്റ്സ് ഡു. യൂസ് rangometry shapes to fill the shapes with no gaps and overlaps. ഈ തന്നിരിക്കുന്ന പിക്ചറിൽ നമുക്ക് rangometry ഷേപ്സ്, നിങ്ങൾ കളിക്കാനൊക്കെ കുറെ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ഷേപ്സ്, ഇതിനാണ് നമ്മൾ rangometry ഷേപ്സ് എന്ന് പറയുന്നത്. ഇതിലുള്ള ഷേപ്സ് എടുത്തിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് പല പല ഷേപ്സ് അറേഞ്ച് ചെയ്ത് ഗ്യാപ്പ് ഇല്ലാതെ ഇതിനെ ഫില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഷേപ്സ് ഒക്കെ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഞാനിവിടെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി റെക്ടാങ്കിളും സ്ക്വയറും ഒക്കെയാണ് എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും വരച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ വെറുതെ റാൻഡം ആയിട്ട് ലൈൻ വരച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ നോക്കാം. ഡിഫറെന്റ് ഷേപ്സ് ഉള്ള റെക്ടാങ്കിൾസ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ആ ഒരു സ്ക്വയർ ഒരു ഗ്യാപ്പും ഇല്ലാതെ ഫില്ലായി. ഇനി അടുത്തതോ ഇതുപോലെ ചെയ്യാം. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് റെക്ടാങ്കിൾസും ട്രയാങ്കിൾസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാം. പക്ഷെ ഇത് നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള ഇമാജിനേഷൻ ഉപയോഗിച്ച് വേണം ഫില്ല് ചെയ്യാൻ. Making tiles, creating paths. Sony and Avi have started making their own tiles by joining different shapes. ഇവിടെ കണ്ടില്ലേ, വേറെ വേറെ ഷേപ്സ്, ഈ ഒരു റെഡ് പിന്നെ ഈ ഗ്രീൻ ഇത് ഒക്കെ ചേർത്ത് വെച്ചിട്ട് അവരൊരു കംപ്ലീറ്റ് ടൈൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ടോ ആ ടൈൽ ഉപയോഗിച്ചിട്ട് അവര് ഒരു പാത്ത് തന്നെ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ അവിയുടെ ടൈൽ നോക്കിയേ, അത് വേറെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് അല്ലെ. അത് ഉപയോഗിച്ച് അവിയുടെ ടൈൽസിന്റെ പാത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. Use 2 or more rangometry shapes to create your tiles. Now trace the tiles to create different paths. ഇതുപോലെ നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈൽ ഉണ്ടാക്കുക, എന്നിട്ടൊരു പാത്തും ഉണ്ടാക്കുക. സോ ഇവിടെ സ്റ്റാർട്ട് ടു എൻഡ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വലിയ ഒരു പാത്താണ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ മാത്രം നോക്കാം. സി 3 കുഞ്ഞു റെക്ടാങ്കിൾ ഷേപ്സ് ഉപയോഗിച്ച് ഒരു വലിയ ടൈൽ ഉണ്ടാക്കി. എന്നിട്ട് ആ ടൈൽ ഉപയോഗിച്ച് ഇതുപോലെയുള്ള പാത്ത് ഉണ്ടാക്കി. നിങ്ങൾക്കത് ചരിച്ചൊക്കെ വരച്ച് ഈ സ്റ്റാർട്ടിൽ നിന്ന് എൻഡിൽ എത്തിക്കാൻ പറ്റും. ട്രൈ മേക്കിംഗ് ദീസ് പാത്സ്. അപ്പോൾ ഇതുപോലെ ഈ ബുക്കിൽ തന്നിരിക്കുന്നത് പോലെയുള്ള ഡിഫറെന്റ് പാർട്സും അതുപോലത്തെ ഷേപ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക. Giant wheel. Read the conversation between Sony and Avi and mark the place they are talking about.
ഒരു ജൈന്റ് വീലില് അവിയും സോണിയും ഇരിക്കുകയാണ്. എന്നിട്ട് അവര് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അവര് എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ. Can you guess the stall I'm looking at? It is near a kulfi cart. സോണി പറയാണ്, ഞാൻ കുൽഫി കാർട്ടിന്റെ അടുത്തുള്ള ഒരു സ്റ്റോൾ ആണ് നോക്കുന്നത്. ഇവിടെ ഉള്ളത് കുൽഫി കാർട്ട് ഇവിടെയാണുള്ളത്. സോ കുൽഫി കാർട്ടിന്റെ ഇവിടെ ഒരു സ്റ്റോൾ ഉണ്ട്, ഇവിടെ ഒരു സ്റ്റോൾ ഉണ്ട്. ഇതിൽ ഏത് സ്റ്റോളിനെ പറ്റിയാണ് അവർ പറയുന്നതെന്ന് നോക്കാം. The one with blue flag on it. ഇവിടെ ഒരു ബ്ലൂ ഫ്ലാഗ് ഉള്ള സ്റ്റോൾ ഉണ്ട്. അതാണ് അവി ചോദിക്കുന്നത്. No, the second stall from there. അതല്ല, second stall from there, which is in front of the yellow roofed stall. പറയുന്നത് ഏത് സ്റ്റോളിനെ പറ്റിയാണ്? ഈ സ്റ്റോളിനെ പറ്റിയാണ്. Oh, I got it. Where the puppets are kept in the basket. ഇവിടെ ബാസ്കറ്റില് പപ്പറ്റ്സ് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോളിനെ പറ്റിയാണ് അവർ പറയുന്നതെന്ന് അവരുടെ ക്ലൂവിൽ നിന്ന് നമുക്ക് മനസ്സിലായി. Imagine yourself sitting with Sony and Avi. You think of a place or a stall and challenge your friend to find out which stall you have in your mind. You can help them guess by answering yes or no. ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് പല ക്ലൂസ് കൊടുത്തിട്ട് നിങ്ങൾ എന്തിനെ പറ്റിയാ പറയുന്നതെന്ന് അവരോട് കണ്ടുപിടിക്കാൻ പറയാം. Search for Dada and Dadi. Sony and Avi's Dada and Dadi were missing. They hear their announcement. അവര് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ദാദാ ദാദി വേറെ സ്ഥലത്തും അവര് വേറെ സ്ഥലത്തുമായി പോയി. പെട്ടെന്നാണ് അവരൊരു അനൗൺസ്മെന്റ് കേൾക്കുന്നത്. Dada and Dadi of Sony and Avi are waiting for them in the chapel. Where is the chapel? Uncle, can you help us find the chapel? We can find the chapel from the map that is placed here. ഇവിടെ ഈ ഒരു ഫുൾ ഫെയറിന്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. മാപ്പില് ഫുൾ ഡയറക്ഷൻസും ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? There are pictures here with their names on this map. The picture of the hut shows the handicraft stalls. അപ്പോ ഇവിടെ ഈ ഒരു മാപ്പ് വിശദമായിട്ട് നോക്കണം. പാർക്കിംഗ്, ATM, റെസ്റ്റോറന്റ്, ഷോപ്സ്, ജൈന്റ് വീൽ, പോണ്ട്, പ്ലേ ഏരിയ, ചോപ്പൽ. ചോപ്പൽ ആണല്ലേ അവരുടെ ദാദാദാദി ഇരിക്കുന്ന സ്ഥലം. ഇത് നമുക്ക് എവിടെയാ കാണാൻ പറ്റുക? ഈ മാപ്പിൽ ഇവിടെയാണല്ലേ. അപ്പൊ ദാദാദാദി അവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കണം. Let us do. Help Sony and Avi read the map to find the following. Which place does this sign show? നമ്മൾ മനസ്സിലാക്കി അതെവിടെയാണ്? അത് ചൗപ്പലാണ്. Circle the picture in the map that shows the play area. ഈ മാപ്പില് പ്ലേ ഏരിയ എവിടെയാണുള്ളത്? ഇതാണ് പ്ലേ ഏരിയ. Which place does this sign show? ഈ സൈൻ എവിടെയാണ്? അത് പാർക്കിംഗ് ആണ് അല്ലേ? അതൊക്കെ ഈ ഫില്ല് ചെയ്യണം കേട്ടോ. ഇവിടെ നിങ്ങൾ ഈ എഴുതിയതിനനുസരിച്ച് ഇത് ഫില്ല് ചെയ്യണം. How many exit routes are there in the fair? എക്സിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. ഇവിടെ 2 സ്ഥലത്താണ് എക്സിറ്റ് ഉള്ളത്. സോ 2 exit routes are there in the fair. Follow the path that Avi and Sony are following. Walk the blue lane. അവരിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവര് ദാദാ ദാദിയുടെ അടുത്തേക്ക് പോവാണ്. അവരിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, അവരിങ്ങോട്ട് നടന്നു പോവാണ്. ഫോളോ ദ ബ്ലൂ ലെയിൻ. ദെൻ അവർ ഇവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ടേൺ റൈറ്റ് ഓൺ ദ ഗ്രീൻ ലെയിൻ. അവർ ഇങ്ങോട്ട് നോക്കിയല്ല ഇരിക്കുന്നത്. അപ്പൊ ഇത് അവരുടെ റൈറ്റ് സൈഡിലാണ്. നിങ്ങൾ ഇവിടെ നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. സോ ദേ ആർ ടേണിംഗ് ടു റൈറ്റ് സൈഡ്. ജസ്റ്റ് അവിടേക്ക് ടേൺ ചെയ്തു. യു വിൽ സീ എ റെസ്റ്റോറന്റ് ഓൺ യുവർ റൈറ്റ്. നമ്മൾ ഇങ്ങോട്ട് ടേൺ ചെയ്ത് നിൽക്കുമ്പോൾ അവരുടെ റൈറ്റ് സൈഡ് ഇവിടെയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് നടന്നു നോക്കുന്ന സമയത്ത് അവർക്ക് അവിടെ ഒരു റെസ്റ്റോറന്റ് കണ്ടു. ഡോൺ സിറ്റ് ദേർ. അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പാടില്ല. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നടക്കുക. ടേക്ക് എ ലെഫ്റ്റ് ടുവേർഡ് റെഡ് ലൈൻ. റെഡ് ലൈനിലേക്ക് പോകണം. ടേക്ക് ദ ഫസ്റ്റ് ലെഫ്റ്റ് ടേൺ ടുവേർഡ്സ് ദ ഗോൾഡൻ ലൈൻ. അങ്ങനെ നടന്ന് പോയിട്ട് ഇവിടെ ഗോൾഡൻ ലൈൻ കാണുന്നുണ്ട് അല്ലെ, അവിടേക്ക് ലെഫ്റ്റ് ടേൺ ചെയ്യണം. Stalls will be seen on the way. ഇവിടെയും ഒക്കെ സ്റ്റോൾസ് കാണാനുണ്ട്. Pass the stalls to find the chapel and meet ദാദാ ദാദി. ആ സ്റ്റോൾസ് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ ചൗപ്പൽ കാണാൻ പറ്റും. അവിടെ ദാദാ ദാദി ഇരിക്കുന്നുണ്ടാകും. An uncle asked Dadaji the way to the ATM. Tell him the way the ATM from chapel. അപ്പൊ അവരിവിടെ ചോപ്പലിലാണ് ഇപ്പൊ ഉള്ളത് അല്ലെ. അപ്പോ അവര് എങ്ങനെയാണ് വേറൊരാൾക്ക്
ATM-ലേക്കുള്ള ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുക. എവിടെയാണ് ATM? ഇവിടെയാണ് ATM ഉള്ളത് അല്ലേ? അപ്പൊ പറയാം, take straight, then you reach a corner, then from there take left. Again, you can see stalls, pass the stalls, go, and in front of you, you can see the ATM. ഇനി ഇതല്ലാതെ ഇനിയും എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഡോണ്ട് ഗോ ടു ദ എക്സിറ്റ് ആൻഡ് അതിന്റെ മുമ്പ് തന്നെ ഈ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ATM കാണാൻ പറ്റും. ഇങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ ഈ ഒരു ഡയറക്ഷൻസ് എഴുതുക. Let us do. There are two ways to go out of the Surajkund fair. One seems to be a maze and other goes straight there. Follow the maze with Sony and Avi to exit the fair. ഈ ഫെയറിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേസ് ആണ്. ഇതിൽ തന്നെ പല രീതിയിലും നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റും. ഇതിൽ നിങ്ങൾ ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട വേയിലൂടെ പോയിട്ട് പുറത്തിറങ്ങുക. പോകുന്ന വഴിയിൽ നോക്കിക്കേ, ഇവിടെയൊക്കെ കുറെ ട്രഷറും ഡയമണ്ട്സും സ്റ്റാർസ്, പിന്നെ ക്യാറ്റ്, ഫ്രൂട്ട്, അയ്യോ സ്നേക്ക്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ഏത് വഴിയാണോ പോകുന്നത് ആ വഴി പോവുക. എന്നിട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളതും എഴുതുക. ഷെയർ ദ വേ യു വെന്റ് ത്രൂ ദ മേസ്. നിങ്ങൾ പോയ വഴി ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ എഴുതുക. ഗോ സ്ട്രേറ്റ്, ടേക്ക് റൈറ്റ്, യു ക്യാൻ സീ വൺ കാറ്റ് ദേർ, അങ്ങനെയൊക്കെ. റൈറ്റ് ദ തിങ്സ് യു ഫൗണ്ട് ഓൺ ദ വേ. വഴിയിൽ കണ്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എഴുതുക. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവരും നന്നായി പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതുക. All the best. Bye.